കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉത്തമഗീത പുസ്തകം നമുക്ക് ഏവർക്കും പരിചിതമാണ്. സഭയാകുന്ന മണവാട്ടിയെപ്പറ്റിയും ക്രിസ്തുവാകുന്ന മണവാളനെ പറ്റിയും അനുഗ്രഹീതമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സ്തോത്രം ഉത്തമഗീത പുസ്തകം. അത് ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആഴമായ ദൈവസഭയെക്കുറിച്ചുള്ള ക്രിസ്തു എന്ന മണവാളനെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് കൈമാറുന്ന ഒരു പുസ്തകമാണ് അത് സ്തോത്രം ഉത്തമഗീത പുസ്തകം. അതിലൊരു വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ മണവാളൻ അത് സ്തോത്രം ഹല്ലേലൂയ സിയോൻ പുത്രിയെ നോക്കി അല്ലെങ്കിൽ പ്രാവയെ നോക്കി പറയുന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത. എന്താ നമ്മൾ വായിച്ചത്? പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവെ. എന്തോ ഈ പ്രാവയെന്ന് ആരെയാണ് വിളിക്കുന്നത്? ഈ മണവാട്ടി ഇല്ലെങ്കിൽ സിയോൻ പുത്രിയെ ഇല്ലെങ്കിൽ ദൈവസഭയെ സ്തോത്രം ഇല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നൊരു വിളിയാണ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവെ. ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഈ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ 2-10 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക, ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയില്ല. അപ്പോൾ പ്രിയയോട് സ്തോത്രം ഹല്ലേലൂയ പറയുന്നൊരു പ്രയോഗം കൂടെയാണ് അല്ലേ? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അച്ചിരികമായിട്ട് ചിന്തിക്കുവാനല്ല, ഇതൊരു വലിയ ദൈവിക വെളിപ്പാടാണ് സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. ഈ പ്രിയയെ പ്രിയൻ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവസഭയെ മണവാളനായ ക്രിസ്തു വിളിക്കുകയാണ്. സ്തോത്രം. നീ എവിടെ ഇരിക്കുകയാണ്? പാറയുടെ പിളർപ്പിലിരിക്കുകയാണ്, കടുന്തൂക്കിൻ്റെ മറവിലിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പല മേഖലകളിലും മറഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അബ്ശാലോം ദാവീദിനെതിരെ പദ്ധതികൾ മെനയുമ്പോൾ സ്തോത്രം രാജാവായിരുന്നിട്ടും അധികാരത്തോടെ അബ്ശാലോമിനെതിരെ തിരിയുവാൻ അധികാരം അവൻ്റെ മേലുണ്ടായിരുന്നിട്ടും അവിടം വിട്ട് ഓടിമറഞ്ഞ ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന അധികാരത്തിൻ്റെ പ്രവാചകനായിരുന്ന ഏലിയാവ് അഹാബിനോട് ദൂത് പറഞ്ഞിട്ട് കെരീത്ത് തോട്ടിൻ്റെ മറവിലും അപ്പോൾ തന്നെ സാരപാത്ര വിധവരടുക്കലും മറഞ്ഞിരിക്കുന്ന ഒരനുഭവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ചില കാലങ്ങളിൽ പാറയുടെ പിളർപ്പിലോ കടുന്തൂക്കിൻ്റെ മറവിലോ നമ്മൾ മറഞ്ഞിരിക്കേണ്ടി വരും. ഈ പാറയുടെ പിളർപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ പിളർന്നിരിക്കുന്ന പാറ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ല സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ തള്ളിക്കളഞ്ഞാൽ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അല്ല സ്തോത്രം പുറന്തള്ളിക്കളഞ്ഞാലും, ഒരു പാത്രത്തെ എടുത്ത് വെളിയിൽ കളയുന്നത് പോലെ അല്ല സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ എടുത്ത് പുറമേ കളഞ്ഞാലും, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നമ്മൾ മറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലാണ്. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല, നീ പ്രയാസപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നീ സ്തോത്രം ഹല്ലേലൂയ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നത് കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കർത്താവാകുന്ന യേശുക്രിസ്തു എന്ന പാറ എന്ന പിളർപ്പിലാണ്. അതിൻ്റെ പിളർപ്പിലാണ് നമ്മുടെ സങ്കേതം അല്ലേ? അതുകൊണ്ടല്ലേ ബൈബിൾ പറഞ്ഞത്, അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ സങ്കേതം, അവൻ എൻ്റെ പരിച, അവൻ എൻ്റെ ബലം. പ്രൈസ് സ്തോത്രം. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അല്ല സ്തോത്രം, ലോകത്തിൽ ആരുടെയും അല്ല തോളിൽ നിനക്ക് ചാരുവാൻ കഴിഞ്ഞില്ലേലും ഭാരപ്പെടേണ്ട. അല്ല സ്തോത്രം, ദൈവം നിന്നെ ബലപ്പെടുത്തും. അല്ല അവൻ്റെ തോളിൽ മറിഞ്ഞിരിപ്പാൻ, അവൻ്റെ മാറോട് ചേർന്നിരിപ്പാൻ, അവൻ്റെ സ്തോത്രം ആശ്രയത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അലക്കർത്ത ഈ സന്ദേശത്തിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ സങ്കേതമാണ്, അവിടെ ഞങ്ങളുടെ പാറയാണ്. അവിടുത്തെ സന്നിധിയിൽ മറിഞ്ഞിരിപ്പാൻ അവിടെ ഞങ്ങൾ കൃപ നൽകിയാലും അല്ല പ്രൈസിലെ വെളിപ്പെടുത്തേണ്ട സമയത്ത്, പുറത്ത് കൊണ്ടുവരേണ്ടിയ സമയത്ത് അവിടെ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. സ്വർഗം അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.